വിശ്വാസി സമൂഹത്തോട് ക്രിസ്തു എന്താണ് പറഞ്ഞത്? സത്യപ്രഭ 21 ഭാഗം. ക്രിസ്തുവായിട്ട് യേശുവിനെ വേർപെടുത്തി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ക്രിസ്തു ദൃശ്യനല്ല, യേശുവോ ദൃശ്യനാകുന്നു. ഇപ്പോൾ സംസാരിക്കുന്നത് എല്ലാം യേശുവാകുന്നു. ആദ്യമേ അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ. യേശു അവരോട്, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തുന്നില്ല. യോഹന്നാൻ 14:6 ഞാൻ പറഞ്ഞത്. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവൻ ആകും എന്ന് പറഞ്ഞു. യോഹന്നാൻ 8:12. പിന്നെ യേശു പറഞ്ഞത് കുരിശിൽ കിടന്നുകൊണ്ടുള്ള 7 വചനങ്ങളത്രേ. അത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കും എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കള്ളനോടുള്ള വാചകമാണ്. സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്നും അമ്മയോട് പറഞ്ഞു. ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ചു. പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇത്രയുമേ യേശുവിൽ നിന്ന് നമ്മൾ കേട്ടുള്ളൂ. ഇത് കൂടാതെ എല്ലാ സുവിശേഷവും നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ വചനമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.